Hi everyone, all of you welcome back to my channel. Calicut University Center of Distance and Online Education 5ാം സെമസ്റ്ററിലേക്കുള്ള സ്ട്രീം ചേഞ്ചിനായി അപേക്ഷ ക്ഷണിച്ചു. അപ്പോൾ നമ്മൾ നേരത്തെ അഡ്മിഷൻ 5th സെമസ്റ്റർ അഡ്മിഷനുമായി ബന്ധപ്പെട്ടൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. ആ ഒരു നോട്ടിഫിക്കേഷൻ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പായിട്ട് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ പുതിയതായിട്ട് വന്നിട്ടുള്ളത് സ്ട്രീം ചേഞ്ചുമായി ബന്ധപ്പെട്ടാണ്. അല്ലെങ്കിൽ ഡിസ്റ്റൻസിലേക്ക് റെഗുലറായിട്ട് പഠിക്കുന്നവർക്ക് ഡിസ്റ്റൻസിലേക്ക് മാറി ഈ ഒരു 5th സെമസ്റ്റർ മുതൽ പഠിക്കാനുള്ള ആ ഒരു നോട്ടിഫിക്കേഷനാണ് വന്നിട്ടുള്ളത്. അപ്പോൾ എന്തൊക്കെയാണ് ഇതിൽ പറയുന്നത് എന്നുള്ളത് ഡീറ്റെയിൽ ആയിട്ട് ഈ ഒരു വീഡിയോയിലൂടെ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇനിയും അറിയാത്തവരാണെങ്കിൽ ഈ ഒരു വീഡിയോ മുഴുവനായിട്ട് കാണാം കേട്ടോ. അതുപോലെ കാലിക്കറ്റ് സർവകലാശാല ഓട്ടോണോമസ് അഫിലിയേറ്റഡ് കോളേജുകളിൽ 2018 മുതൽ 2022 വരെയുള്ള വർഷത്തിൽ ബിരുദ പഠനത്തിന് ചേർന്നു. 18, 19, 20, 21, 22 ഈ വർഷക്കാർക്കൊക്കെ അപേക്ഷിക്കാം. അതിൽ BA, അതുപോലെ BA അഫ്സലുൽ ഉലമ, BA എക്കണോമിക്സ്, BA ഹിസ്റ്ററി, BA പൊളിറ്റിക്കൽ സയൻസ്, BA ഫിലോസഫി, BA സോഷ്യോളജി, BCom, BBA ഇത്രയും കോഴ്സുകാർക്ക് അല്ലെങ്കിൽ ഡിസ്റ്റൻസായിട്ട് ഇത്രയും കോഴ്സുകൾ പഠിക്കുന്ന 2018 മുതൽ 2022 വരെയുള്ള സ്റ്റുഡൻസിന് 4ാം സെമസ്റ്റർ പരീക്ഷ എഴുതിയതിനു ശേഷം തുടർ പഠനം നടത്താൻ കഴിയാത്ത വിദ്യാർത്ഥികൾക്ക് സെൻറ്റർ ഫോർ ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ വഴി 5ാം സെമസ്റ്റർ ചേർന്ന് പഠനം തുടരാവുന്നതാണ്. അപേക്ഷ ഓൺലൈനായിട്ടാണ് സമർപ്പിക്കേണ്ടത്. ഓൺലൈൻ അപേക്ഷാ ലിങ്കിനായി കാലിക്കറ്റ് സർവകലാശാല സെൻറ്റർ ഫോർ ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ ഓൺലൈൻ എഡ്യൂക്കേഷൻ വിഭാഗത്തിലെ ഔദ്യോഗിക വെബ്സൈറ്റിൽ നമുക്കറിയാം sde.uoc.ac.in എന്ന് പറയുന്ന വെബ്സൈറ്റിലെ ഹോം പേജിലുള്ള ഓൺലൈൻ രജിസ്ട്രേഷൻ അതാണ് സന്ദർശിക്കേണ്ടത്. അതിലൂടെയാണ് നിങ്ങൾ ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്യേണ്ടത്. അതിനുള്ള അപേക്ഷയ്ക്കുള്ള അവസാന തീയതി എന്ന് പറയുന്നത് 15ാം തീയതിയാണ്. ജൂലൈ 15ാം തീയതിയാണ്. 100 രൂപ ഫൈനോട് കൂടി നിങ്ങൾക്ക് 20ാം തീയതി വരെയും അതുപോലെ 500 രൂപ ഫൈനോട് കൂടി 25ാം തീയതി വരെയും നിങ്ങൾക്ക് അടക്കാട്ടോ. അപ്പോൾ ഏതൊക്കെ കോഴ്സുകാരാണെന്ന് പ്രത്യേകം എടുത്തു പറയുകയാണ്. BA അഫ്സലുൽ ഉലമ, അതുപോലെ BA എക്കണോമിക്സ്, BA ഹിസ്റ്ററി, BA പൊളിറ്റിക്കൽ സയൻസ്, BA ഫിലോസഫി, BA സോഷ്യോളജി, BCom, BBA ഇത്രയും കോഴ്സുകാർക്ക് മാത്രമാണ് ഡിസ്റ്റൻസിലേക്ക് മാറി പഠിക്കാൻ സാധിക്കുക. മറ്റ് കോഴ്സുകാരിനി പ്രത്യേകം ചോദിക്കേണ്ട കാര്യമില്ല. ഓക്കെ. അപ്പോൾ അതുപോലെ നിലവിൽ കാലിക്കറ്റ് സർവകലാശാലയിലെ കോളേജുകളിൽ അല്ലെങ്കിൽ അഫിലിയേറ്റഡ് ഓട്ടോണമസ് കോളേജുകളിൽ പഠനം നടത്തുന്ന അതായത് 2022 അഡ്മിഷനുകാരായിരിക്കും ഇപ്പോൾ 4th സെമസ്റ്റർ എഴുതിയിട്ടുണ്ടാവുക. അപ്പോൾ അവർ എന്ത് ചെയ്യണം, ഈ ഒരു പദ്ധതിയിലൂടെ ഡിസ്റ്റൻസിലേക്ക് മാറണം എങ്കിൽ അത്തരം വിദ്യാർത്ഥികൾ ഓഫീസിൽ വന്ന് നേരിട്ട് പ്രവേശനം നേടേണ്ടതാണ് എന്നാണ് യൂണിവേഴ്സിറ്റി പറയുന്നത്. കൂടാതെ താഴെ കൊടുത്തിരിക്കുന്ന രേഖകൾക്ക് പുറമെ അവർ 6 മാസത്തിനുള്ളിലെടുത്ത പാസ്പോർട്ട് സൈസ് ഫോട്ടോ കൂടി സമർപ്പിക്കേണ്ടതാണ്. അപ്പോൾ കുറച്ച് ഡോക്യുമെൻറ്റ്സ് നിങ്ങൾ യൂണിവേഴ്സിറ്റിയിലേക്ക് എന്ത് ചെയ്യണം, സമർപ്പിക്കണം. ആ ഒരു ഡോക്യുമെൻറ്റ്സിൽ നിങ്ങളുടെ 6 മാസത്തിനുള്ളിൽ എടുത്ത ഒരു ഫോട്ടോ കൂടി അയച്ചു കൊടുക്കണം. അപ്പോൾ ഏതൊക്കെ ഡോക്യുമെൻറ്റ്സ് ആണെന്നുള്ളത് നമുക്ക് നോക്കാം. ഓക്കെ, അത് ഈ ഒരു നോട്ടിഫിക്കേഷനിൽ അവസാനമായിട്ടാണ് പറയുന്നത്. അതിന് മുമ്പ് 2 കാര്യങ്ങൾ കൂടി പറയുന്നുണ്ട്. ഫീസ് വിവരങ്ങളും അതുപോലെ മറ്റു കാര്യം പറയുന്നതെന്ന് വെച്ചാൽ സ്ട്രീം ചേഞ്ച് നേടുന്നവർ CBCSS 2022 മുതൽ 25 വരെയുള്ള ബാച്ചിൻ്റെ സിലബസ് പ്രകാരമാണ് അല്ലെങ്കിൽ 2022 അഡ്മിഷൻ മുതൽ പഠിക്കുന്ന സിലബസിലാണ് ഇനി നിങ്ങൾ ഏത് ഇയറിൽ അഡ്മിഷൻ എടുത്തവരാണെങ്കിലും നിങ്ങൾ പരീക്ഷ എഴുതേണ്ടത് ആ ഒരു സിലബസിലാണ് 5ാം സെമസ്റ്റർ പരീക്ഷ മുതൽ എഴുതേണ്ടത്. അതുപോലെ 2022-25 ബാച്ചിൻ്റെ സിലബസിൽ 1, 2, 3, 4 സെമസ്റ്ററുകളിൽ ഇല്ലാത്ത നേരത്തെ നമ്മൾ അഡ്മിഷൻ്റെ കേസിൽ പറഞ്ഞ പോലെ തന്നെ ആ ഒരു ഡെഫിഷ്യൻസി പേപ്പറുകൾ നിങ്ങളുടെ സ്വന്തം ഉത്തരവാദിത്തത്തിൽ നിങ്ങൾ എന്ത് ചെയ്യണം, ആ ഒരു പേപ്പറുകളൊക്കെ യൂണിവേഴ്സിറ്റി അനുശാസിക്കുന്ന നിയമങ്ങൾക്ക് വിധേയമായി എഴുതി പാസ്സാവേണ്ടതാണ്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് പറയാനുള്ളത്. അതുപോലെ ഫീസ് എന്ന് പറയുന്നത് സ്ട്രീം ചേഞ്ചിൻ്റെ ഫീസ് 1530 രൂപയും പോസ്റ്റൽ ചാർജ് 70 രൂപയും അതുപോലെ മറ്റ് ട്യൂഷൻ ഫീ നിങ്ങളുടെ 3rd ഇയറിലേക്കുള്ള ട്യൂഷൻ ഫീസ് വരുന്നത് ഓരോ കോഴ്സുകാർക്കും വ്യത്യസ്തമാണ്. അതിൽ BAക്കാർക്ക് ട്യൂഷൻ ഫീസ് വരുന്നത് 1625, BCom 1855, BBA 3480 രൂപയുമാണ്. ഇനി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഡേറ്റുകൾ നോക്കാം. ലാസ്റ്റ് ഡേറ്റ് ഫോർ ഓൺലൈൻ രജിസ്ട്രേഷൻ വിത്തൗട്ട് ഫൈൻ ഇല്ലാതെ നിങ്ങൾക്ക് 15ാം തീയതി വരെ അപേക്ഷിക്കാം. 100 രൂപ ഫൈനോട് കൂടി 20ാം തീയതി വരെയും 500 രൂപ ഫൈനോട് കൂടി 25ാം തീയതി വരെയും അടക്കാം. നേരത്തെ പറഞ്ഞതുപോലെ തന്നെ. അതുപോലെ തന്നെ നിങ്ങൾ അയച്ചു കൊടുക്കേണ്ട അഡ്രസ്സ് എന്ന് പറയുന്നത് ഞാൻ പ്രത്യേകം എടുത്ത് പറയുകയാണ്. ടു ദ ഡയറക്ടർ, ഈ ഒരു പോസ്റ്റൽ ഓഫീസിലേക്കാണ് അയക്കേണ്ടത്. ടു ദ ഡയറക്ടർ CDOE SDE യൂണിവേഴ്സിറ്റി ഓഫ് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി PO പിൻ 673635 ഈ ഒരു അഡ്രസ്സിലേക്കാണ് അയക്കേണ്ടത്. അത് സ്വീകരിക്കുന്ന ലാസ്റ്റ് ഡേറ്റ് എന്ന് പറയുന്നത് 25ാം തീയതിയാണ്. ഓക്കെ, ഇനി കുറച്ച് ഡോക്യുമെൻറ്റ്സ് അയക്കണമെന്ന് പറഞ്ഞു. ആ ഡോക്യുമെൻറ്റ്സ് ഏതൊക്കെയാണെന്നുള്ളത് നോക്കാം. Along with the hard copy of the application, candidates had to submit the following documents. നിങ്ങൾ ആ ഒരു ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്ത ആപ്ലിക്കേഷൻ്റെ ഹാർഡ് കോപ്പി, അതുപോലെ
താഴെ പറയുന്ന 6 ഡോക്യുമെൻറ്റ്സ്. ഒന്ന്, ഒറിജിനൽ ചലാൻ റെസിപ്റ്റ് ഓഫ് ദ റിക്വയർഡ് ഫീ. നിങ്ങൾ ഈ ഒരു ആപ്ലിക്കേഷൻ്റെ ഫീസ് അടച്ചിട്ടുള്ള ഒറിജിനൽ ചലാൻ റെസിപ്റ്റ്. രണ്ടാമതായി, ഒറിജിനൽ ട്രാൻസ്ഫർ സർട്ടിഫിക്കറ്റ് ഫ്രം ദ കോളേജ് ലാസ്റ്റ് അറ്റൻഡഡ്. നിങ്ങൾ 4th സെമസ്റ്റർ വരെ പഠിച്ച ആ ഒരു കോളേജിൽ നിന്നും നിങ്ങളുടെ ഒറിജിനൽ TC. അടുത്തത്, ഒറിജിനൽ ആൻഡ് കോപ്പീസ് ഓഫ് ക്വാളിഫയിങ് സർട്ടിഫിക്കറ്റ് ആൻഡ് മാർക്ക് ലിസ്റ്റ്, അല്ലെങ്കിൽ +2 സർട്ടിഫിക്കറ്റും അതിൻ്റെ ഒറിജിനലും കോപ്പിയും വേണം. അതുപോലെ കോപ്പി ഓഫ് SSLC ഇക്വാലൻറ്റ് പ്രൂഫ് ഓഫ് ദ ഏജ് ആൻഡ് ഡേറ്റ് ഓഫ് ബർത്ത്, അല്ലെങ്കിൽ സെൽഫ് അറ്റസ്റ്റഡ് ആയിട്ടുള്ള നിങ്ങളുടെ പേരെഴുതി സൈൻ ചെയ്തിട്ടുള്ള ആ ഒരു SSLCയുടെ കോപ്പി. അതുപോലെ സെൽഫ് അഡ്രസ്ഡ് എൻവലോപ്പ് സൈസ് 30 cm x 25 cm, ആ ഒരു സൈസിൽ വരുന്ന ഒരു സെൽഫ് അഡ്രസ്ഡ്, നിങ്ങളുടെ അഡ്രസ്സ് കംപ്ലീറ്റ് ആയിട്ട് എഴുതിയിട്ടുള്ള ആ ഒരു എൻവലോപ്പിലാണ് ഡോക്യുമെൻറ്റ്സ് അയക്കേണ്ടത്. അപ്പോൾ ആ ഒരു അതുപോലെ കോപ്പി ഓഫ് ദ ഹോൾ ടിക്കറ്റ് ഓഫ് ദ എക്സാമിനേഷൻ ലാസ്റ്റ് അറ്റൻഡഡ്, 4th സെമസ്റ്റർ എക്സാമിൻ്റെ ഹോൾ ടിക്കറ്റ്. ഇത്രയും കാര്യങ്ങളാണ് ആവശ്യമായിട്ടുള്ളത്. അപ്പോൾ ഒരുപാട് പേര് മെസ്സേജ് വഴി അയക്കാറുണ്ട്, ഇങ്ങനെ ഡോക്യുമെൻറ്റ്സ് അയച്ചു കൊടുക്കുമ്പോൾ, ഇപ്പോൾ യൂണിവേഴ്സിറ്റിയിലേക്ക് അയച്ചു കൊടുക്കുമ്പോൾ അത് സേഫാണോ, ഞങ്ങൾക്ക് പെട്ടെന്ന് തന്നെ തിരിച്ച് കിട്ടുമോ, അല്ലെ എന്താ ഇനി അവിടെ പോയി വാങ്ങേണ്ടി വരുമോ എന്നുള്ള പല ഡൗട്ട്സ് ഉണ്ടാവാറുണ്ട്. അപ്പോൾ ഇതിനെപ്പറ്റി പറയാൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു പേടിയും പേടിക്കേണ്ട. നിങ്ങളുടെ ഡോക്യുമെൻറ്റ്സ് ഒറിജിനൽ ആയിക്കോട്ടെ കോപ്പീസ് ആയിക്കോട്ടെ, നിങ്ങൾക്ക് കറക്റ്റായിട്ട് യൂണിവേഴ്സിറ്റിയിൽ അഡ്രസ്സ് ഡീറ്റെയിൽസൊക്കെ കൊടുത്ത് അയച്ചു കൊടുത്താൽ നിങ്ങൾക്ക് പോസ്റ്റൽ വഴി അവർ തിരിച്ചത് അയച്ചു തരും. വെരിഫിക്കേഷൻ കഴിഞ്ഞ് കറക്റ്റായിട്ട് നിങ്ങൾക്ക് തന്നെ അയച്ചു തരും. ഓക്കെ, അത്രയ്ക്ക് അർജൻറ്റ് ഉള്ളവരാണെങ്കിൽ ഈ ഒരു ഡോക്യുമെൻറ്റ്സ് എപ്പോഴാണ് ആവശ്യം, അപ്പോൾ നിങ്ങൾക്ക് ഡയറക്റ്റായിട്ട് പോയിട്ട് അത് വാങ്ങാം കേട്ടോ. അപ്പോൾ ഏതൊക്കെയാണ് ഡോക്യുമെൻറ്റ്സ് എന്നുള്ളത് ഒന്നുകൂടി ഞാൻ പറയുകയാണ്. ഒന്ന്, നിങ്ങളുടെ ഈ ഒരു ഫീസ് അടച്ചിട്ടുള്ള ഈ ഒരു ആപ്ലിക്കേഷൻ കൊടുത്തിട്ടുള്ള ഓൺലൈൻ രജിസ്ട്രേഷൻ ആപ്ലിക്കേഷൻ്റെ കോപ്പി. അതുപോലെ ഒറിജിനൽ ചലാൻ റെസിപ്റ്റ്, നിങ്ങളിപ്പോൾ ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്യുമ്പോൾ ഫീസ് അടക്കുന്ന ചലാൻ റെസിപ്റ്റ് ഉണ്ടാവും, അതിൻ്റെ ഒറിജിനൽ. അതുപോലെ നിങ്ങളുടെ TCയുടെ ഒറിജിനൽ, അത് നിങ്ങളുടെ കോളേജിൽ നിന്ന് വാങ്ങണം. അടുത്തത്, നിങ്ങളുടെ ഒറിജിനലും കോപ്പിയും SSLC +2ൻ്റെ ഒറിജിനലും വേണം, കോപ്പിയും വേണം. അതുപോലെ SSLCയുടെ കോപ്പി സെൽഫ് അറ്റസ്റ്റഡ് ആയിരിക്കണം. അതുപോലെ ആ ഒരു എൻവലപ്പ്, അതുപോലെ ഹോൾ ടിക്കറ്റിൻ്റെ കോപ്പി. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് വേണ്ടത്. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും യൂസ്ഫുൾ ആയി വിശ്വസിക്കുന്നു. ഡിസ്റ്റൻസിലേക്ക് മാറി പഠിക്കാൻ, 3rd ഇയർ ഡിസ്റ്റൻസിലേക്ക് മാറി പഠിക്കാൻ ഉദ്ദേശിക്കുന്ന വിദ്യാർത്ഥികൾ ഉടനെ തന്നെ ഈ ഒരു ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്യുക. മറ്റൊരു യൂസ്ഫുൾ വീഡിയോ ആയിട്ട് നമുക്ക് ഉടനെ കാണാം. താങ്ക് യു.